ക്രാക്കൻ എന്ന പേര് ചിലർക്കൊക്കെ സുപരിചിതമായ ഒരു പേരായിരിക്കും. പൈററ്റ്സ് ഓഫ് കരീബിയൻ എന്ന സിനിമ കണ്ടവർക്കാർക്കും തന്നെ ഈ ഒരു ജീവിയെ മറക്കാനും സാധിക്കില്ല. കപ്പലുകളെ ആക്രമിച്ച് അവയെ കടലിന്റെ അടിത്തട്ടിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ഭീമാകാരമായ ഒരു നീരാളിയാണ് ക്രാക്കൻ. ഒരു കാലത്ത് കപ്പൽ യാത്രികരുടെ പേടിസ്വപ്നമായിരുന്ന ഈ ഭീകരസത്വം ശരിക്കും ഉള്ളതായിരുന്നോ? എന്തായിരിക്കും ഇതിനു പിന്നിലെ ആ കഥ? നോർവിയൻ നാടോടിക്കഥകളിലാണ് ഭീമാകാരമായ ഈ ഒരു രാക്ഷസ നീരാളിയെക്കുറിച്ച് പരാമർശിക്കുന്നത്. ഒരു 10 കപ്പലുകളുടെ വലിപ്പവും 2 കിലോമീറ്ററോളം നീളവും ഇതിനുണ്ടെന്ന് പറയപ്പെടുന്നു. പടുകൂറ്റൻ കപ്പലുകളെ വളരെ അനായാസം കടലിനടിത്തട്ടിലേക്ക് കൊണ്ടുപോകുന്ന വിമാനങ്ങളെയെല്ലാം തൻ്റെ കൈകൾ കൊണ്ട് കടലിലേക്ക് വലിക്കുന്ന ഒരു ഭീകര ജീവിയായിട്ടാണ് ക്രാക്കൻ അറിയപ്പെടുന്നത്. 1646 ക്രിസ്റ്റ്യൻ ജെൻസൺ എന്നയാൾ എഴുതിയ ഒരു നോർവീജിയൻ ഗ്ലോസറിയിലാണ് ഈ ഒരു ജീവിയെ കണ്ടതായി ആദ്യമായി പരാമർശിക്കുന്നത്. പിന്നീട് 1700കളിൽ ഫ്രാൻസിസ്കോ നെഗ്രിയുടെ ഒരു യാത്രാവിവരണത്തിലും തുടർന്ന് 1734 നോർവീജിയൻ മിഷണറിയും പര്യവേഷകനുമായ ഹാൻഡഗെഡയുടെ വിവരണത്തിലും ഈ ഒരു ജീവിയെ അവർ കണ്ടതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നോർവീജിയൻ മധ്യകാല ഇതിഹാസകാവ്യമായ ഹഫ്കുഫയിൽ പരാമർശിച്ച അതേ ജീവി തന്നെയാണ് താൻ കണ്ടതെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. ഇതിനു പുറമെ 1753 ഒരു ഡാനിഷ് ബിഷപ്പും ഈ ഭീകര നീരാളിയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അവ കപ്പലുകളെ ആക്രമിച്ചിരുന്നതായും അദ്ദേഹം പറയുന്നു. അങ്ങനെ 1700കളിൽ കപ്പൽ യാത്രികരായ പലരും ഈ ഒരു ഭീകര ജീവിയെ കണ്ടതായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 1866 നോവലിസ്റ്റായ വിക്ടർ ഹ്യൂഗോ തൻ്റെ രചനയിൽ ഈ ഒരു ജീവിയെ ഉൾപ്പെടുത്തിയതോടെയാണ് ഈ ഒരു ക്രാക്കൻ നീരാളിക്ക് കൂടുതൽ പ്രചാരം ലഭിക്കുന്നത്. അതോടെ പല ചിത്രങ്ങളിലും ഒരു ഫിക്ഷൻ കഥാപാത്രമായി ക്രാക്കൻ മാറി. എന്നാൽ ഇതിനെല്ലാം മുൻപ് ഒരു സ്വീഡിഷ് എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ സ്കാൻഡിനേവിയൻ ഭൂപടമായ കാർട്ടമറീനയിൽ വിചിത്രമായ 2 കടൽ ജീവികളെ ചിത്രീകരിച്ചിട്ടുണ്ട്. ക്രാക്കൻ എന്ന പദം അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ലെങ്കിലും നോർവേക്കും ഐസ്ലാൻഡിനുമിടയിലുള്ള നോർവീജിയൻ കടലിൽ തലയിൽ നിറയെ കൈകളുള്ള ഒരു മത്സ്യത്തിൻ്റെ ചിത്രവും തലയിൽ നിറയെ കൊമ്പുകളുള്ള മറ്റൊരു മത്സ്യത്തിൻ്റെ ചിത്രവും ചിത്രീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല അവ ഭീകരമായിരുന്നെന്നും അവയ്ക്ക് ജ്വലിക്കുന്ന കണ്ണുകൾ ഉണ്ടായിരുന്നെന്നും അദ്ദേഹം പറയുന്നു. എന്നാൽ നോർവീജിയൻ ആളുകൾ ക്രാക്കനെ വിശേഷിപ്പിച്ചിരുന്നത് മറ്റൊരു തരത്തിലായിരുന്നു. അതായത് ക്രാക്കൻ്റെ ശരീരത്തിന് മൈലുകൾ നീളമുണ്ടെന്നും അത് ഉപരിതലത്തിൽ എത്തുമ്പോൾ കടൽ മുഴുവൻ മൂടുന്നതായി തോന്നുമെന്നും അതിന് ധാരാളം തലകളും നഖങ്ങളുമുണ്ടെന്നും പറയുന്നു. നഖങ്ങൾ ഉപയോഗിച്ചാണ് അവ മനുഷ്യനെയും കപ്പലുകളെയും എല്ലാം വേട്ടയാടുന്നതെന്നുമാണ് അവരുടെ വിശ്വാസം. മാത്രമല്ല മത്സ്യബന്ധനത്തിനിടയിൽ യാദൃശ്ചികമായി ക്രാക്കൻ്റെ കൈകളെങ്ങാനും തങ്ങളുടെ കൊളുത്തിൽപ്പെട്ടാൽ അതിൻ്റെ പേര് ഉച്ചത്തിൽ പറഞ്ഞാൽ അത് കടലിൽ മുങ്ങിപ്പോകുമെന്നും ഇവർ കരുതിയിരുന്നു. അങ്ങനെ ആകെ മൊത്തത്തിൽ ക്രാക്കൻ എന്ന ഈ ഒരു നീരാളി മത്സ്യത്തൊഴിലാളികളുടെയും കപ്പൽ യാത്രികരുടെയും എല്ലാം പേടിസ്വപ്നമായിരുന്നു. ക്രാക്കൻ്റെ കഥകൾ കേട്ട് ആ വഴി പോകുന്നവരെല്ലാം ഒരു നെഞ്ചിടിപ്പോടെയായിരുന്നു യാത്ര ചെയ്തിരുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ ഒരു ക്രാക്കൻ എന്ന ജീവി കടലിൽ ഉണ്ടായിരുന്നോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. 1500കളിലെയും 700കളിലെയും എല്ലാം യാത്രാ വിവരണങ്ങളിൽ ഇവയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ടെങ്കിലും ഇന്നും ക്രാക്കൻ എന്നത് നിഗൂഢമായി തന്നെ നിലനിൽക്കുന്നു. സമുദ്രങ്ങളിലെ രഹസ്യങ്ങൾ ഒരു പരിധിവരെ മാത്രമേ നമ്മൾ ഇതുവരെയും കണ്ടെത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭീകര നീരാളി ഒരു പക്ഷേ ഉണ്ടായിരുന്നിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോഴും കടലിൻ്റെ ആഴങ്ങളിൽ എവിടെയോ മറിഞ്ഞിരിക്കുന്നുണ്ടായിരിക്കാം.